ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുടിച്ചാലും മതി വരാത്ത അടിപൊളി മാംഗോ ഷേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കണം. അപ്പോൾ എല്ലാവരും വിചാരിക്കും മാങ്ങ ജ്യൂസെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേന്ന്. അപ്പം ഞാനിതിൽ 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്രയാണ് ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ മാങ്ങ എടുക്കാം. അപ്പം ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 3 വേണമെങ്കിൽ 3 മാങ്ങ എടുക്കാം. ഒരു മാങ്ങനെ കൊണ്ടെങ്കിൽ ഒരു മാങ്ങനെ കൊണ്ട് പഠിക്കാം. അപ്പോൾ ഇതാ ഞാൻ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊള്ളുന്ന ചൂടിനും അതുപോലെ തന്നെ നോമ്പ് തുറക്കാനും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഷേക്കാണ്. ഇത് ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും. നമുക്ക് എന്താ പറയുക, ഇത് മടുക്കുകയേ ചെയ്യില്ല, അങ്ങനത്തെ ഒരു ഷേക്കാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ മാങ്ങ കട്ടായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഞാനിതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരം വേറൊരു സാധനമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മാങ്ങ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതാ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതിൻ്റെ പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഇതാ കാഷ്നട്ട്. ഞാൻ ഒരു 10 എടുത്തിട്ടുണ്ടാവും, ഏകദേശം ഒരു 10 എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കാഷ്നട്ട് ഇട്ടിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതാ ഞാൻ കട്ടപ്പാലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അതുപോലെ തന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ അടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കട്ടപ്പാലും കുറച്ച് പാലും കൂടി ഒഴിച്ചത് അത്രയേ വേണ്ടൂ. അപ്പം എന്നാലേ കുറച്ച് തിക്ക് കിട്ടുമല്ലോ. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ ലൂസായി പോവും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാത്തത്. ഇതിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ തന്നെ നല്ല മധുരമുണ്ട്. പിന്നെ അത്യാവശ്യം മാങ്ങ നല്ല മധുരമുള്ളതാണ്. അപ്പം ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സോ ഐസ്ക്രീമോ ഇട്ട് കൊടുക്കാം. ഞാനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ ഇതുപോലെ ഒരുപാട് റെസിപ്പികളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ.